നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം മുതൽ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളുടെ വികാരങ്ങളെ പരിഗണിക്കുന്നതും കുറച്ചാല് നിങ്ങൾക്ക് എന്തു തോന്നും? അങ്ങനെയൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വിഷമവും ആശയക്കുഴപ്പവും വാക്കുകൾക്ക് അതീതമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്ന് പ്രതീക്ഷിച്ച അത്ര ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ അത് നമ്മുടെ മാനസികാരോഗ്യത്തെയും ആത്മാഭിമാനത്തെ പോലും ബാധിക്കാറുണ്ട്. സൈക്കോളജിപരമായി ചിന്തിച്ചാൽ ഇത്തരം സാഹചര്യങ്ങളിൽ വൈകാരികമായി തളർന്നു പോകാതെ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ സമീപിക്കുകയാണ് വേണ്ടത്. നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, തുറന്നതും ശാന്തവുമായ സംഭാഷണം. പലപ്പോഴും പങ്കാളി നമ്മളെ അവഗണിക്കുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ പരാതിപ്പെടുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ നീ എന്നെ കാര്യമാക്കുന്നില്ല എന്ന് ആരോപിക്കുന്നതിന് പകരം ശാന്തമായി ഇരുന്ന് നിങ്ങളുടെ വിഷമം അവരെ അറിയിക്കുക. ഒരു ഉദാഹരണത്തിന്, ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ട് വിശേഷങ്ങൾ ചോദിച്ചിരുന്നയാൾ ഇപ്പോൾ ഫോണിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ദേഷ്യപ്പെടാതെ നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം എന്ന് സ്നേഹത്തോടെ പറയാവുന്നതാണ്. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വ്യക്തിപരമായ പ്രയാസങ്ങളോ സ്ട്രെസ്സോ ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കേവലം സംശയത്തിന്റെ പേരിൽ വഴക്കിടാതെ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുന്നത് പകുതി പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കും. നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ മാത്രമാണ് മറുവശത്തുള്ള വ്യക്തിക്ക് തങ്ങളുടെ പെരുമാറ്റത്തിലെ മാറ്റം പോലും ചിലപ്പോൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് നിശബ്ദമായി സഹിക്കുന്നതിന് പകരം വ്യക്തമായ ആശയവിനിമയം നടത്തുക എന്നതാണ് ആദ്യത്തെ പടി. രണ്ടാമത്തെ പോയിന്റ്, അമിതമായിട്ട് പുറകെ നടക്കാതിരിക്കുക. അവർ നമ്മളിൽ നിന്ന് അകലുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അവരെ കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. ഉദാഹരണത്തിന്, അവര് മെസ്സേജിന് മറുപടി തരുന്നില്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അടുത്തടുത്ത മെസ്സേജുകൾ അയക്കുന്നത് അവരിൽ കൂടുതൽ ഒരു അസ്വസ്ഥതയാണ് ഉണ്ടാക്കുക. അവരെ കൂടുതൽ ശ്വാസം മുട്ടിക്കുന്നതിന് പകരം അവർക്ക് ചിന്തിക്കാനും തിരികെ വരാനുമുള്ള ഒരു സ്പേസ് നൽകുക. നമ്മൾ അല്പം മാറി നിൽക്കുമ്പോൾ മാത്രമാണ് അവർക്ക് നമ്മുടെ ആ ഒരു പ്രസൻസ് ഇല്ലായ്മ തിരിച്ചറിയാൻ കഴിയുക. ബന്ധങ്ങളിൽ എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ മാത്രം എപ്പോഴും ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ അത് നമ്മളെ തന്നെയാണ് തളർത്തുക. മൂന്നാമത്തെ പോയിന്റ്, സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റൊരാളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം സ്വന്തം സന്തോഷങ്ങൾ മാറ്റിവെക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കും. പണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ചെയ്തിരുന്ന ഹോബികളിലേക്കും ഫ്രണ്ട്ഷിപ്പിലേക്കും ജോലിയിലേക്കും വീണ്ടും ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുക. ദിവസവും വൈകുന്നേരം അവരുടെ കോളിനായി മാത്രം കാത്തിരിക്കാതെ ഫ്രണ്ട്സിനോടൊപ്പം സമയം ചെലവഴിക്കാനോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ശ്രമിക്കുക. നിങ്ങൾ വൈകാരികമായി അവരെ മാത്രം ആശ്രയിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങളുടെ മൂല്യവും ആകർഷണീയതയും അവരുടെ കണ്ണിൽ വീണ്ടും വർദ്ധിക്കും. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുമ്പോൾ മറ്റുള്ളവരും നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങും. സ്വന്തം ജീവിതത്തിൽ സന്തോഷവാനായിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ആളുകൾ സ്വാഭാവികമായും ആകർഷിക്കപ്പെടും എന്നതാണ് മനഃശാസ്ത്രം. നാലാമത്തെ പോയിന്റ്, അവരുടെ പെരുമാറ്റത്തിന്റെ കാരണം നിഷ്പക്ഷമായി നിരീക്ഷിക്കുക. പങ്കാളിയുടെ മാറ്റത്തിന് കാരണം എപ്പോഴും നമ്മൾ മാത്രമായിരിക്കണമെന്നില്ല. ജോലിയിലെ അമിതമായ സ്ട്രെസ്, സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് വിഷമങ്ങൾ എന്നിവയൊക്കെ ഇതിന് കാരണമാകാറുണ്ട്. ഒരു ഉദാഹരണത്തിന്, ജോലി സ്ഥലത്തെ മാനസിക സമ്മർദ്ദം കാരണം ഒരാൾ വീട്ടിൽ വന്ന് മിണ്ടാതിരിക്കുമ്പോൾ അത് എന്നോടുള്ള സ്നേഹം കുറഞ്ഞത് കൊണ്ടാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. അനാവശ്യമായ ചിന്തകൾ കൂട്ടിപ്പിടിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നതിന് പകരം കാര്യങ്ങളെ ഒരു മൂന്നാമത്തെ വ്യക്തിയുടെ കണ്ണുകളിലൂടെ നിഷ്പക്ഷമായി കാണാൻ ശ്രമിക്കുക. അവർ കടന്നുപോകുന്ന സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അനാവശ്യമായ മാനസിക വിഷമങ്ങൾ ഒഴിവാക്കും. അങ്ങനെ ചെയ്യുമ്പോൾ വിഷമം നമ്മളുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണെന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അഞ്ചാമത്തെ പോയിന്റ്, വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കുക. സ്നേഹത്തിന്റെ പേരിൽ എന്ത് അവഗണനയും
സഹിക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർക്കും. നിങ്ങൾ മാന്യമായി സംസാരിച്ചിട്ടും നിങ്ങളുടെ വികാരങ്ങൾക്ക് അവർ യാതൊരു വിലയും നൽകുന്നില്ല എങ്കിൽ അതിരുകൾ നിശ്ചയിക്കേണ്ട സമയമായി. തുടർച്ചയായി നിങ്ങളെ മാനസികമായി മുറിപ്പെടുത്തുന്ന പെരുമാറ്റമാണ് അവരിൽ നിന്ന് ഉണ്ടാകുന്നത് എങ്കിൽ അത് തുറന്നു പറയുകയും വെച്ചു പൊറപ്പിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുക. സ്വയം താഴെ വീണ് മറ്റാളുടെ സ്നേഹം യാചിക്കേണ്ടതില്ല എന്ന ശക്തമായ സന്ദേശം നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വൈകാരികമായ സമാധാനത്തിനാണ് ഒന്നാമത്തെ മുൻഗണന എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. അർഹിക്കുന്ന ബഹുമാനം ലഭിക്കാത്ത ഇടത്തു നിന്ന് മാന്യമായി മാറി നിൽക്കാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ ആത്മാഭിമാനം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങളുടെ സ്നേഹവും സമയവും അർഹിക്കുന്നവർക്ക് മാത്രം നൽകാൻ എപ്പോഴും ശ്രദ്ധിക്കുക. മറ്റാളിൽ നിന്ന് ശ്രദ്ധ യാചിക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുമെന്ന് എപ്പോഴും ഓർക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദേഷ്യപ്പെടാതെ തുറന്നു സംസാരിക്കാനും തയ്യാറാവുക. പങ്കാളിക്ക് ആവശ്യമായ വ്യക്തിപരമായ സ്പേസ് നൽകാൻ നിങ്ങൾ മടിക്കരുത്. സ്വന്തം സന്തോഷങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും എപ്പോഴും ഒന്നാമത്തെ പ്രയോറിറ്റി തന്നെ നൽകുക. പരസ്പര ബഹുമാനമില്ലാത്ത ഒരു ബന്ധവും ദീർഘകാലം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇതൊന്നും അറിയില്ലാത്ത ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.